ഖദീജ സുൽത്താന വാലിദ സുൽത്താനയോട് ചോദിക്കുന്നു. ഇൻക്യാറ മെസ്സേജ് എന്തെങ്കിലും കൊടുത്തയച്ചോ? ഇതുവരെ ഇല്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഞാൻ എല്ലാ രാത്രിയും അവനെ സ്വപ്നം കാണുന്നു. അവൻ പുഴക്കരയിൽ കുതിരപ്പുറത്തിരിക്കുന്നതായി. അവൻ പുഴയിൽ ഇറങ്ങി ഒരു വലിയ മീനിനെ പിടിച്ചു. എന്നിട്ട് അതിനെ എൻ്റെ കയ്യിലേക്ക് തരുന്നു. സ്വപ്നത്തിൽ മീനിനെ പിടിക്കുന്നത് കണ്ടാൽ നല്ലതാണെന്നാണ് പറയാറ്. ഇതും നല്ലതിനാവട്ടെ, ഖദീജ സുൽത്താന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാലിദ സുൽത്താന തലയാട്ടി. മാഹിദേവരാൻ സുൽത്താന ഷഹസാദ മുസ്തഫയും കൊണ്ട് അങ്ങോട്ട് വരുന്നു. മുസ്തഫ വാലിദ സുൽത്താനയുടെ കൈമുത്തിയിട്ട് ഖദീജ സുൽത്താനയോട് പറയുന്നു. ഖദീജ, വരൂ, നമുക്ക് കളിക്കാം. ഖദീജ സുൽത്താന മുസ്തഫയും കൊണ്ട് പോകുന്നു. മുസ്തഫ വലുതായി. അവൻ താമസിയാതെ അവൻ്റെ ബാബയെ പോലെ പൊക്കം വയ്ക്കും. മാഹിദേവരാൻ അത് കേട്ട് തലയാട്ടി. എന്നിട്ട് ചോദിക്കുന്നു, ആ സ്ത്രീയുടെ കാര്യം എന്തായി? പിടിച്ചു നിൽക്കാനായി എന്ത് ചെയ്യാനും പറയാനും മടിയില്ലാത്തവളാണ് അവൾ. മാഹിദേവരാൻ പറഞ്ഞു. ഞാൻ വേണ്ടതുപോലെ എന്തെങ്കിലും ചെയ്തോളാം. അവൾ പറയുന്ന അവൾ പ്രഗ്നൻ്റ് ആണെന്നാണ്. അത് കേട്ട് മാഹിദേവരാൻ ഞെട്ടി. ഇല്ല, അവൾ നുണ പറയുകയാവും. സുലൈമാനും ഇബ്രാഹിമും മാത്രാജിയും കുതിരപ്പുറത്തിരുന്ന് യുദ്ധത്തിനായി എത്തിച്ചേർന്ന കപ്പൽ പടയെ വീക്ഷിക്കുന്നു. സന്തോഷത്തോടെ സുലൈമാൻ പറയുന്നു, ഇന്ന് രാത്രി നമ്മുടെ വിജയത്തിൻ്റെ തുടക്കമാണ്. ഷഹസാദ മുസ്തഫ ബാൽക്കണിയിൽ നിന്ന് വാൾ കൊണ്ട് കളിക്കുന്നു. ഖദീജ സുൽത്താന പുറത്തേക്ക് നോക്കി ആലോചിച്ച് നിൽക്കുന്നു. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയുടെ അടുത്ത് വന്ന് പറയുന്നു. ലാല കാസിം പാഷ ഹുറത്തിനെ നോക്കി അവിടെ നിൽക്കുകയാണ്. എന്തായി? സുംബുൽ അവളോട് കാര്യം ചോദിച്ചോ? വാലിദ സുൽത്താന ചോദിച്ചു. സുംബുൽ ചോദിച്ചു, പക്ഷേ അവൾ ഇപ്പോഴും പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. നുണച്ചി, അവൾ നുണ പറയുകയാവും. മാഹിദേവരാൻ പറഞ്ഞു. അവളെ ഫിസിഷ്യനെ കൊണ്ട് പരിശോധിപ്പിക്കുക. അവളെ കാണാൻ ആരെയും അനുവദിക്കണ്ട. ലാല കാസിം പാഷയോടും അയാളുടെ മകനോട് നാളെ വരാൻ പറയൂ ദായ. വാലിദ സുൽത്താന പറഞ്ഞു. ദായ ഹാത്തുൻ തലയാട്ടിയിട്ട് പോകുന്നു. ഹുറം അവളുടെ ചേംബറിൽ വിഷമിച്ചിരിക്കുന്നു. മരിയ ജനലിലൂടെ വന്ന് അവളോട് പറയുന്നു. ഹുറം, നീ സത്യം തുറന്നു പറഞ്ഞിട്ട് അവർ പറയുന്ന പോലെ ചെയ്യ്. ഹുറം രൂക്ഷമായി നോക്കിയിട്ട് പറയുന്നു. സത്യമാണ്, ഞാൻ സുൽത്താൻ സുലൈമാനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെയും എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വരില്ലായിരുന്നു. ഞാൻ എങ്ങും പോവില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറയുന്നു. പാവം പെണ്ണ്, നീ സുൽത്താൻ സുലൈമാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. മരിയ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പറയുന്നു. മരിയ, നീ എന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ സഹായിക്കേ. എന്നെ അവർക്ക് വിട്ടുകൊടുക്കല്ലേ, പ്ലീസ്. ഹുറം മരിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, നീ പുറത്തേക്ക് വാ. അപ്പോഴേക്കും ദായ ഹാത്തുനും നിഗാർ കാഫയും അങ്ങോട്ട് വരുന്നു. അയ്യോ, അവരെന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഹുറം ചാടി എഴുന്നേറ്റ് നിന്നു. മരിയ അവിടുന്ന് ഓടിപ്പോകുന്നു. ഹുറം ഒരു പോട്ടെടുത്ത് പൊട്ടിച്ചിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുന്നു. എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്ക്. ഇങ്ങോട്ട് വന്നാൽ ഇത് വെച്ച് ഞാൻ എന്നെ തന്നെ കൊല്ലും. ഹുറം, വേണ്ട, അതെനിക്ക് താ, ദായ ഹാത്തൂൻ പറയുന്നു. നിഗാർ കാഫയും അത് തന്നെ പറഞ്ഞു. നിഗാർ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ പറയുന്നു. നിന്റെ കൈ പൊട്ടി ചോര ഒഴുകുന്നു, അതിങ്ങോട്ട് താ. അവൾ അത് നിഗാർ കാഫയ്ക്ക് കൊടുത്തിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. നിന്റെ മുറിവ് കെട്ടിവെക്കാം, വാ. ഇന്ന് രാത്രി ഫിസിഷ്യൻ വന്ന് നിന്നെ ചെക്ക് ചെയ്യും. പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയണ്ടേ? ദായ ഹാത്തൂൻ പറഞ്ഞു. അത് വേണ്ട, എൻ്റെ കുഞ്ഞ് മരിച്ചു പോവും. മതി, നിർത്തിക്കോ ഹുറം, നിന്റെ അഭിനയം നിർത്തിക്കോ. നിഗാർ, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ദായ ഹാത്തൂൻ പോകുന്നു. സുംബുലാഗ ലാല കാസിം പാഷയോടും അയാളുടെ മകനോട് ചെന്ന് പറയുന്നു. വാലിദ സുൽത്താന പറഞ്ഞു, പ്രിപ്പറേഷൻസ് കുറച്ചുകൂടിയുണ്ട്, ഇപ്പോൾ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല, നാളെ രാവിലെ അവളെ കൊണ്ടുപോകാമെന്ന്. അത് കേട്ടപ്പോൾ ബാത്തൂർബെ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ തലകുനിച്ച് നിന്നു. ലാല പാഷ പറഞ്ഞു. വാലിദ സുൽത്താന അങ്ങനെ പറയുന്നെങ്കിൽ ഞങ്ങൾ നാളെ വരാം. സ്യൂമൻ ക്യാസിലിൽ രാത്രി കൗണ്ട് ഏരിയലിൻ്റെ വിവാഹ പാർട്ടി നടക്കുകയായിരുന്നു. കിങ് ലൂയിസ് രണ്ടാമൻ അവിടെ എൻജോയ് ചെയ്തിരിക്കുന്നു. സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും മാത്രാജിയും ഉൾപ്പെടെ ആർമി ആക്രമണത്തിന് തയ്യാറായി ക്യാസലിന് പുറത്തെത്തി. പാർഗളി ഇബ്രാഹിം, അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കൂ, സുലൈമാൻ പറഞ്ഞു. കിങ് ലൂയിസ് വധൂവരന്മാരെ ആശംസിച്ചുകൊണ്ട് പറയുന്നു. ഇത് ചിലപ്പോൾ ചെറിയൊരു വിവാഹാഘോഷമാകും, പക്ഷേ നമ്മൾ ഓട്ടോമാൻ സുൽത്താനെ പരാജയപ്പെടുത്തിയ ശേഷം വീണ്ടും ആഘോഷിക്കും. അത് വളരെ ഗ്രാൻഡായ ഒരു ആഘോഷമായിരിക്കും. എല്ലാവരും ചിരിക്കുന്നു. എന്നിട്ട് വൈൻ ഗ്ലാസ് ഉയർത്തി ചിയേഴ്സ് പറഞ്ഞ് വൈൻ കുടിച്ചു. ഇബ്രാഹിം തിരിച്ചു വന്ന് സുൽത്താൻ സുലൈമാനോട് പറയുന്നു. ഇൻക്യാരം, അവിടെ കിങ് ലൂയിസ് ഉണ്ട്, അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റ്. ശരി, നമുക്ക് തുടങ്ങാം. ക്യാനൻസൊക്കെ ഒരുക്കുവാൻ നോക്ക്. ക്യാസിലിനകത്ത് കിങ് ലൂയിസ് വധുവിനായി കൊണ്ടുവന്ന നെക്ലേസ് അണിയിച്ചു കൊടുക്കുന്നതിനായി അവരുടെ മുഖം മറച്ചിരുന്ന നെറ്റ് മാറ്റുന്നു. കമാൻഡർ ഏരിയയിലും മറ്റെല്ലാവരും അവരെ നോക്കുന്നു. കിങ് ലൂയിസ് അവർക്കത് ഇട്ടു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. അവർ തലയാട്ടി. കിങ് ലൂയിസ് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അസ്വസ്ഥത തോന്നിയ അവർ അയാളിൽ നിന്നും നോട്ടം തിരിച്ചു. സുൽത്താൻ സുലൈമാൻ ആക്രമണം തുടങ്ങാൻ പറയുന്നു. കോട്ടമതിൽ തകർത്തുകൊണ്ട് ക്യാനൻസ് ക്യാസിലേക്ക് വിടുന്നു. കാവൽക്കാർ വന്ന് എല്ലാവരോടും സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ പറയുന്നു.
കിങ് ലൂയിസും വധൂവരന്മാരും എല്ലാവരും ഒരു പാസേജിലൂടെ താഴേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സുൽത്താൻ സുലൈമാൻ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ആരെയും കാണാനായില്ല. അവർ കഴിച്ച് പകുതി വെച്ച ഭക്ഷണം അവിടെ ടേബിളിലുണ്ടായിരുന്നു. കിങ് ലൂയിസ് എവിടെ? അന്വേഷിക്കുകയാണ് ഇൻക്യാരം, ഒരു ഗാർഡ് പറഞ്ഞു. രാജാവ് ഓടി രക്ഷപ്പെട്ട വഴിയിലൂടെ സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും വരുന്നു. കല്യാണ ചെക്കൻ പട്ടാള മേധാവി കൗണ്ട് ഏരിയലിനെ ഇബ്രാഹിം വെട്ടിക്കൊല്ലുന്നു. അയാളുടെ ഭാര്യ അയാളെ അന്വേഷിച്ച് അവിടെ വരുന്നു. സുൽത്താൻ സുലൈമാനെ അല്പനേരം നോക്കി നിന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ഏരിയലിനെ കുലുക്കി വിളിക്കാൻ ശ്രമിക്കുന്നു. സുലൈമാൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവിടുന്ന് പോകുന്നു. കിങ് ലൂയിസ് ഇവരുടെ പിടിയിലാകാതെ രക്ഷപ്പെട്ടു പോകുന്നു. ഇബ്രാഹിം ഗാർഡ്സിനെ വഴക്ക് പറഞ്ഞിട്ട് വിവരം സുലൈമാനെ അറിയിക്കുന്നു. ഇതേ സമയം പാലസിൽ ഹുറത്തിനെ പരിശോധിക്കാൻ ഫിസിഷ്യൻ എത്തി. നിഗാർ അവളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹുറം അവിടേക്ക് പോകുന്നു. ഫിസിഷ്യൻ അവളെ പരിശോധിച്ചു. ദായ ഹാത്തൂനും നിഗാർ കാഫയും അവിടെ ഉണ്ടായിരുന്നു. പരിശോധന കഴിഞ്ഞ ഫിസിഷ്യൻ ഹുറം പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഹുറത്തിന് ആ വാർത്ത വിശ്വസിക്കാനായില്ല. അവൾ സന്തോഷത്തോടെ പറയുന്നു, അള്ളാ നന്ദി, ഞാനൊരു നുണച്ചിയല്ല. ദായ ഹാത്തൂൻ വിഷമത്തോടെ വാലിദ സുൽത്താനെ വിവരം അറിയിക്കുന്നു. അവർക്കും ആ വാർത്ത വിശ്വസിക്കാനായില്ല. അത് കേട്ട മാഹിദേവരാൻ സുൽത്താന ബോധം കെട്ട് വീണു. ഹുറം അവളുടെ ചേംബറിൽ പോയി സന്തോഷത്തോടെ വയറിൽ പിടിച്ചുകൊണ്ട് എൻ്റെ മോൻ എന്ന് പറയുന്നു. ആയിഷയും അത് കേട്ടു. പിറ്റേ ദിവസം രാവിലെ സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും ബെൽഗ്രേഡിലേക്ക് പോകാൻ തയ്യാറാവുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് സുലൈമാൻ തൻ്റെ പട്ടാളക്കാരോടൊത്ത് പ്രാർത്ഥിക്കുന്നു. അള്ളാ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു. അങ്ങ് എന്നെ എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി മരിക്കാൻ അനുവദിക്കണം. പക്ഷേ ഒരു മുസ്ലിമിന് പോലും അവിശ്വാസികളുടെ കൈകൊണ്ട് മരണം വരിക്കാൻ ഇടവരരുതേ. അങ്ങ് ഞങ്ങളെ വിജയികളാക്കി മാറ്റണമേ. ആമേൻ. പോകുന്ന വഴി കുറച്ച് കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നത് കാണുന്ന സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു, എനിക്ക് ഷെഹസാദ് മുസ്തഫയും ഹുറത്തിനെയും ഭയങ്കരമായി മിസ് ചെയ്യുന്നു. നമ്മൾ ഇസ്താംബുൾ വിട്ടിട്ട് 2 മാസത്തോളമായി ഇൻക്യാരം. അതാവും, ഇബ്രാഹിം പറഞ്ഞു. ഇബ്രാഹിം, നീയും ഇതുപോലെ സ്നേഹിക്കാൻ ആരെങ്കിലും കണ്ടെത്തണം. അങ്ങയോടൊപ്പം ആയിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇൻക്യാരം. നിന്റെ സ്നേഹം എന്നെ കവിത എഴുതാൻ പ്രേരിപ്പിക്കുന്നു ഇബ്രാഹിം. രാവിലെ ഉണർന്ന ഹുറം താഴെ വന്ന് ഹരത്തിലെ പെണ്ണുങ്ങളോട് പറയുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന വിവരം എല്ലാവരും ആയിഷ പറഞ്ഞ് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സുൽത്താന ഹുറം ഒരു ഷെഹസാദിനെ പ്രസവിക്കാൻ പോകുന്നു. മരിയ വന്ന് പറയുന്നു, ഹുറം പതുക്കെ പറ, ഇത് വലിയ പ്രശ്നമാവും. പതുക്കെ പറയേണ്ട കാര്യമില്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. മരിയ അവളെ നോക്കി തലയാട്ടുന്നു. അത് കേട്ട മരിയ ഒന്ന് ആലോചിച്ചു നിന്ന ശേഷം സുംബുലാഗയെ കാണാൻ പോകുന്നു. അയാളോട് പറയുന്നു, സുംബുലാഗ, എനിക്ക് മുസ്ലിം ആകണം. ശരി, നീ അകത്തേക്ക് വാ. മാഹിദേവരാൻ സുൽത്താൻ അവരുടെ ചേംബറിലിരുന്ന് പറയുന്നു, അള്ളാ, ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഇവിടുന്നൊന്ന് ഒഴിവാക്കി തരണേ. അവളെ ചത്താൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കൂ. ഗുൽഷ അവർക്ക് മരുന്നൊഴിച്ച് ഒരു വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. എനിക്ക് വേണ്ട, ഇതെന്താണ്? ഫിസിഷ്യൻ സുൽത്താനയ്ക്ക് വേണ്ടി തന്നതാണ്. വെള്ളത്തിലൊഴിച്ച് കുടിക്കാൻ പറഞ്ഞു. ടെൻഷൻ മാറാൻ ഇത് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ 2 തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. അധികം ഒഴിച്ചാൽ ഹാർട്ടിന് പ്രശ്നമാകുമെന്ന് അവർ പറഞ്ഞിരുന്നു. വളരെ നല്ലത്, ഞാൻ കുടിക്കാം. മാഹിദേവരാൻ എന്തോ ചിന്തിച്ചുകൊണ്ട് പറയുന്നു. അവർ ഒരു സിപ്പ് കുടിച്ചിട്ട് പറയുന്നു, ആ മരുന്ന് എനിക്ക് താ. മുസ്തഫ കണ്ടാൽ എടുക്കും, മാറ്റി വയ്ക്കണം. ഗുൽഷ അതെടുത്ത് മാഹിദേവരാന് കൊടുത്തു. മാഹിദേവരാൻ ഗൂഢമായ എന്തോ ചിന്തിച്ചുകൊണ്ട് അടപ്പ് തുറന്നു നോക്കുന്നു. മാഹിദേവരാന് പാടില്ല എന്നറിഞ്ഞ് ഹദീജ സുൽത്താൻ അവിടെ വരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ വിധി എന്താണോ അത് അനുഭവിക്കാനേ വേണം. പിന്നെ നിങ്ങളുടെ വിശേഷം എന്താ സുൽത്താന? നിങ്ങൾ ഈ പാലസിനുള്ളിൽ നിങ്ങളുടെ ചെറുപ്പം നശിപ്പിച്ച് കളയരുത്. ഹദീജ സുൽത്താൻ ആലോചിച്ചുകൊണ്ട് പറയുന്നു. വാലിദ ഇത് തന്നെയാണ് പറയുന്നത്. വാലിദ എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് പേടിയാ നമുക്കറിയാത്ത ഒരാളോടൊപ്പം പോകാൻ. മാഹിദേവരാൻ ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നു. സുൽത്താന, നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അങ്ങനെ ആരുമില്ല. ഹദീജ വേഗം തല താഴ്ത്തിയിട്ട് പറയുന്നു. പേടിക്കണ്ട, ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. അവർ പരസ്പരം നോക്കി ചിരിക്കുന്നു. ദായ ഹാത്തൂൻ വാലിദ സുൽത്താനയോട് വന്ന് പറയുന്നു, ബാത്തൂർ ബെ ഹുറം ഹാത്തൂനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അയാളിങ്ങനെ ധൃതി പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അയാളോട് പറ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ. നമ്മളിങ്ങനെ പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും വരുത്തണോ? പിന്നെ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയണോ? ദായ ഹാത്തൂൻ ഒന്നും മിണ്ടാതെ വാലിദ സുൽത്താനയെ നോക്കി. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കില്ലേ ഞാൻ അവരെ പറ്റിക്കുകയായിരുന്നെന്ന്. അവൾക്കൊട്ടും വയ്യ, ട്രാവൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നെങ്ങാനും പറ അവരോട്. വാലിദ സുൽത്താൻ അസ്വസ്ഥതയോട് പറഞ്ഞു. ദായ ഹാത്തൂൻ നിസ്സഹായതയോടെ അവരെ നോക്കി നിന്നു. ഹുറം സുംബുലാഗയെ കാണാൻ വരുന്നു. അയാൾ ഡോർ തുറന്ന് പുറത്തു വന്നപ്പോൾ ഉള്ളിൽ ഒരു സ്ത്രീ ഇരുന്ന് ഖുറാൻ വായിക്കുന്നത് അവൾ കാണുന്നു. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ വേണം. എന്താ നിനക്ക് വേണ്ടത്?
എൻ്റെ മോനും എനിക്കും ആ ഒരു പക്ഷിയെ പൊരിച്ച് അതിനുള്ളിൽ റൈസ് വെച്ച് തരില്ലേ, അതാണ് വേണ്ടത്. ദേ, വെറുതെ എന്നെ ദേഷ്യം കയറ്റിക്കരുത്. ഇവിടെ ഇപ്പോൾ ഉള്ള എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് കഴിക്കുക. സുൽത്താൻ സുലൈമാൻ്റെ മോനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നിഗാർ കാഫ അങ്ങോട്ട് വരുന്നു. നിന്നെ വാലിദ സുൽത്താൻ അന്വേഷിക്കുന്നുണ്ട്. വാ, പോ, വേഗം പോടുന്നു, സുംബുൽ പറയുന്നു. നിഗാർ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, അവൾ പോകുമ്പോൾ പറയുന്നു. അള്ളാ, എനിക്ക് ക്ഷമ തരണേ, സുംബുൽ പറഞ്ഞു. ഖദീജ സുൽത്താന ഇബ്രാഹിമിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നു. ഗുൽഫാം അത് മെസ്സഞ്ചറുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് പറയുന്നു. ഈ ലെറ്റർ ഇബ്രാഹിമിൻ്റെ കയ്യിൽ തന്നെ എത്തുമെന്ന് ഉറപ്പാണോ? ഖദീജ സുൽത്താന ചോദിച്ചു. പേടിക്കണ്ട, എനിക്കറിയാവുന്ന ആളാണ്. പിന്നെ ഹുറത്തിൻ്റെ കാര്യം ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. എല്ലാം നന്നായി വരട്ടെ എന്ന് ആശ്വസിക്കാം. മാഹിദേവരാൻ പ്രശ്നമൊന്നുമില്ലാതെ ഇരിപ്പുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല, അവൾ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്യുമോ എന്ന ഭയവും എനിക്കുണ്ട്, ഖദീജ സുൽത്താന പറയുന്നു. എന്നിട്ട് ആ ലെറ്ററിൽ ഒരു മുത്തം വെച്ചിട്ട് ഗുൽഫാമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. വാലിദ സുൽത്താൻ എന്തിനാവും എന്നെ വിളിക്കുന്നത്? അവർക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ? ഹുറം ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എന്നോട് നിന്നെ വിളിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അവർ എന്നെ എഡ്രിനിലേക്ക് അയക്കില്ലല്ലോ. പറ, നീ കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കാൻ പഠിക്ക്. വിനയത്തോടെ നിന്നാൽ നിന്നെ എങ്ങും അയക്കില്ല, നിഗാർ പറഞ്ഞു. മാഹിദേവരൻ സുൽത്താൻ അതുവഴി നടന്നു വരുന്നു. അവർ പരസ്പരം നോക്കിയിട്ട് കടന്നു പോകുന്നു. കിച്ചണിൽ ഹുറം പറഞ്ഞതുപോലെ കാടപ്പക്ഷിയെ പൊരിച്ച് റെഡിയാക്കുന്നു. ഷെക്കേറാഗ് സുംബുലാഗിയോട് പറയുന്നു. താങ്കൾ ഹുറം സുൽത്താനെ ചീത്തയാക്കിയാണ്. ഇന്ന് കാട വേണമെന്ന് പറഞ്ഞു, നാളെ ആനയെ വേണമെന്ന് പറഞ്ഞു വരും. അവരുടെ അഹങ്കാരം വർദ്ധിക്കും. താൻ വലിയ കാര്യമൊന്നും അന്വേഷിക്കാതെ പറഞ്ഞാൽ ചെയ്യ്. അവൾ ബാദുഷ സുൽത്താൻ സുലൈമാൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹുറം സുൽത്താന താങ്കൾക്ക് ഗോൾഡ് തരുന്ന കാര്യം ഞങ്ങൾക്കറിയാം, ഷെക്കേറാഗ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുംബുൽ പറയുന്നു. ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയി കടക്കാരിൽ നിന്നും ഗോൾഡ് വാങ്ങുന്ന കാര്യം ഞാനും അറിഞ്ഞു. അത് കേട്ടപ്പോൾ ഷെക്കേറാഗിയുടെ മുഖം മാറി. അയാൾ പറയുന്നു. ഹുറം സുൽത്താനക്ക് ഈ ഭക്ഷണം ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഷെക്കേറാഗ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ആ കപ്പ് കേക്ക് എൻ്റെ ചേംബറിലേക്ക് കൊടുത്തു വിട്ടേക്ക്, സുംബുൽ പറയുന്നു. തീർച്ചയായും കൊടുത്തു വിട്ടേക്കാം. വാലിദ സുൽത്താനയുടെ ചേംബറിലെത്തിയ ഹുറം അവരുടെ വസ്ത്രത്തിൽ ബഹുമാനത്തോടെ മുത്തം വെച്ചിട്ട് ചോദിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തുവോ വാലിദ സുൽത്താന? നീ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പ്രഗ്നൻ്റായ സ്ത്രീകൾ ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം ജീവിക്കാൻ. നിഗാർ കാഫ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം അനുസരിച്ച് പ്രവർത്തിക്കൂ. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വേണം പ്രസവിക്കാൻ. നിനക്കൊരു ചേംബർ ഒറ്റയ്ക്ക് തരാം. വെറുതെ അവിടെ ഇവിടെ നടന്ന് പെണ്ണുങ്ങളോട് തല്ലുപിടിക്കരുത്. അത് കുഞ്ഞിനെ ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല പണിഷ്മെൻറ്റ് കിട്ടും നിനക്ക്. ഈ കുഞ്ഞ് നിൻ്റേതല്ല, ഇത് ഓട്ടോമാൻ ഡൈനാസിറ്റിയുടേതാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ഹുറം തലയാട്ടുന്നു. ശരി, പൊക്കോ. പിന്നെ നിഗാർ കാഫ, എല്ലാവർക്കും മധുരവും പാനീയങ്ങളും വിളമ്പൂ. ഹുറം സുൽത്താന പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരോടും അറിയിക്കും. അവർ വാലിദ സുൽത്താനയെ കുമ്പിട്ടിട്ട് പോകുന്നു. അവളുടെ പെരുമാറ്റം വാലിദ സുൽത്താനയ്ക്കും ഇഷ്ടമായി. ഹരത്തിൽ എല്ലാവർക്കും മധുരവും പാനീയങ്ങളും വിളമ്പുന്നു. മാഹിദേവരാൻ സുൽത്താനയുടെ പ്രധാന സഹായി ഗുൽഷ അത് നോക്കി നിൽക്കുന്നു. ആയിഷ ചോദിക്കുന്നു. നിഗാർ കാഫ, ഇന്ന് എന്താണ് പ്രത്യേകത? ഇത് ഹുറം ഹാത്തൂൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ സെലിബ്രേഷനാണ്. അത് കേട്ട് ഗുൽഷ തല തിരിച്ചു. ആയിഷയുടെയും മറ്റു പെണ്ണുങ്ങളുടെയും മുഖം മാറി. മരിയയ്ക്ക് മാത്രം സന്തോഷമായി. ഹുറം ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സുലൈമാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്, ഹുറം സ്വയം പറയുന്നു. മാഹിദേവരാൻ സുൽത്താൻ ഷേസാദ് മുസ്തഫയെ ഉറക്കുകയായിരുന്നു. ഗുൽഷ അവിടേക്ക് കയറി ചെല്ലുന്നു. ഡോർ തുറന്ന് ഒച്ചയായിട്ട് അവർ പറയുന്നു. ശബ്ദമുണ്ടാക്കല്ലേ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? വാലിദ സുൽത്താന എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ്, ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയതിന്. അവളുടെ നാശത്തിൽ ഇതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. ആർക്കും അറിയില്ല ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വാലിദ സുൽത്താനെ വിളിക്കുന്നുണ്ട്. എന്നെ മിണ്ടാതിരുത്താനാവും. അവർ എന്നോട് പറയും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ജീവിക്കാൻ. എനിക്കറിയാം. രാത്രി സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും ആർമിയും യുദ്ധത്തിന് പോകുമ്പോൾ ഹരത്തിൽ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അള്ളാ, അവരെ കാത്തുരക്ഷിക്കണേ. ഖദീജ സുൽത്താനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സുൽത്താൻ സുലൈമാനും സംഘവും യുദ്ധം ആരംഭിക്കുന്നു. അള്ളാ, അവിശ്വാസികൾ ഞങ്ങളുടെ വാളിനിരയാകണമേ. ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാലും അവിശ്വാസികളുടെ കൈകൊണ്ട് മരിക്കാനുള്ള നിർഭാഗ്യം ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെ യുദ്ധം ആരംഭിക്കുന്നു.